അല്ലാഹു പറയുകയാണ്. അങ്ങനെ എന്റെ അടിമകൾ എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ, എന്റെ പ്രവാചകർക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ, എന്റെ ഗ്രന്ഥത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ, എന്റെ നിയമത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ, അവരെ ഭരിക്കുന്ന ഭരണാധികാരികളെ അവരോട് വെറുപ്പും വിദ്വേഷവും പകയും ഉള്ളവരായി ഞാൻ തിരിക്കും. അങ്ങനെ തിരിക്കുമ്പോ ഫസഅമൂഹും സൂഅൽ അദാബ്, ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത, ഓർക്കാൻ പോലും കഴിയാത്ത അത്രയ്ക്കും ക്രൂരമായ രൂപത്തിൽ അവരെ ശിക്ഷിക്കുന്നതാണ്. അവരെ വേദനാജനകമായ ശിക്ഷ രുചിപ്പിക്കുന്നതാണ്. അങ്ങനെ രുചിപ്പിക്കുമ്പോൾ, ഭരിക്കുന്ന ഭരണാധികാരികൾ ആ രൂപത്തിൽ ശിക്ഷിക്കുമ്പോൾ, ആ രൂപത്തിൽ വേദനിപ്പിക്കുമ്പോൾ, ആ രൂപത്തിൽ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, ഫയദ്ഊഖിയാറുക്കും, നിങ്ങളിൽപ്പെട്ട സൽജനങ്ങള്, ആലിമീങ്ങള്, സാലിഹീങ്ങള്, സാദാത്തുക്കള്, മുഅ്മിനീങ്ങള് ദുആ ചെയ്യുന്നതാ. ആ ദുആക്ക് ഇജാബത്ത് കിട്ടൂല. ഹബീബായ തങ്ങൾ പറയുന്നു, ഫലാ തുശ്ഗിലു അൻഫുസകും ബിദ്ദുആഇ അലാ മുലൂകികും. ആ കാലഘട്ടത്തിൽ നിങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരിൽ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ട് സമയം കളയണ്ട, ദുആ ചെയ്തുകൊണ്ട് ക്ഷീണിക്കണ്ട, സങ്കടപ്പെടണ്ട. നിങ്ങളാ ദുആ ചെയ്യുന്നതിന് പകരം, നിങ്ങളെ ഭരണാധികാരികൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് പകരം, അതിനെതിരെ സങ്കടപ്പെടുന്നതിന് പകരം, നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകളൊന്ന് നിങ്ങളൊന്ന് തിരുത്തുമോ? സൃഷ്ടിച്ച റബ്ബിലേക്കൊന്ന് മടങ്ങുമോ? നിങ്ങളൊന്ന് തൗബ ചെയ്യുമോ? ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയൊന്ന് നിർത്തുമോ? സൃഷ്ടിച്ച റബ്ബിലേക്കൊന്ന് തിരിച്ചു വരുമോ? നിങ്ങളൊന്ന് റബ്ബിനോട് തൗബ ചെയ്യുമോ? നിങ്ങളൊന്ന് ഖേദിച്ചു മടങ്ങുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയ ഹദീസിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇനിയുള്ള ഭാവിയുണ്ട്.